ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ മഷ്റൂമിൻ്റെ ബെഡാണ്. കൂണിൻ്റെ ബെഡ് എന്ന് പറയും. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. കൂണിൻ്റെ ബെഡ് എങ്ങനെ ഉണ്ടാക്കുന്നു, വിത്ത് ഇടുന്നത് എങ്ങനെയാണ്, കൂൺ കൃഷി എങ്ങനെയാണെന്നുള്ള വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ കൂണിൽ നിന്ന് ഉണ്ടായ കൂണുകളാണ് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നതാണ്. അപ്പോൾ ഇതൊരു സെറ്റ് നല്ല വിളഞ്ഞതാണ്. അത് ഞാനൊന്ന് മുറിച്ചെടുക്കുകയാണ്. ഇതുകൊണ്ട് നമുക്കിന്നൊരു മസാലക്കറി ഉണ്ടാക്കാം. ഒരു സെറ്റ് മാത്രം മുറിച്ചെടുത്തു. അത് ചെറിയ പീസാക്കി നമുക്ക് മുറിച്ചെടുക്കാം. ഫുള്ളെടുത്തു കേട്ടോ. ആ ഒരു കഷ്ണം ഫുള്ളെടുത്തിട്ട് ഒന്നും വേസ്റ്റായിട്ട് കളയാനില്ല. അതെല്ലാം രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതുപോലെ നീളത്തിൽ കീറി എടുത്തു. ഓരോ കുടയും കീറി എടുത്തു. കത്തിയൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, കൈ കൊണ്ട് തന്നെയാണ് കീറിയത് കണ്ടോ. ഇനി നമുക്ക് ബാക്കി ചേരുവയിലേക്ക് കിടക്കാം. ഇതൊരു ചെറിയൊരു മസാലക്കറി ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കടുക് പൊട്ടിക്കാനായിട്ട് ഒരു കശുവണ്ടിയും കിസ്മിസും കുരുമുളകും കറുവാപ്പട്ടയും ഏലക്കയും ഗ്രാമ്പുമൊക്കെ എടുത്തിട്ടുണ്ട്. അതിലൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അല്ലെങ്കിൽ ചെറിയ വെള്ള കാന്താരി എടുത്തിരിക്കുന്നത്, പിന്നെ സവാളയും കടുകും. ഇപ്പോൾ നമുക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. നന്നായി ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിച്ചു. അപ്പോൾ കടുക് പൊട്ടിയ ശേഷം നമുക്ക് ഇത് ഓപ്ഷനാണ് കേട്ടോ. കശുവണ്ടിയും മുന്തിരിയൊക്കെ നമുക്ക് ഓപ്ഷനാണ്. വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കശുവണ്ടിയോ മുന്തിരിയോ വേണമെങ്കിൽ പിന്നെ ഏലയ്ക്ക് ഗ്രാമ്പ് പട്ടയില്ലേ, അതും ഓരോ കഷ്ണം കൊണ്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനം നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. കാര്യം അവസാനം നമ്മൾ ഗരം മസാല ചേർക്കുന്നതുകൊണ്ട് കറുവാപ്പട്ടയും ഗ്രാമ്പും ഏലയ്ക്കും വേണമെങ്കിൽ ഒഴിവാക്കാം. കശുവണ്ടിയും കിസ്മിസും ഒഴിവാക്കാം. പക്ഷേ ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു കടിക്കാനും കിട്ടും, ഒരു പുളിപ്പും കിട്ടുമ്പോൾ ടേസ്റ്റ്. ഇത്രയേ ഉള്ളൂ. നമുക്കിതിലേക്ക് വെള്ള കാന്താരി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ചതച്ച വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞ ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ പുറകിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാളയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പം ഇഞ്ചി വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് വാടി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് വീണ്ടും ഒന്നുകൂടി കൂട്ടി യോജിപ്പിച്ച് വഴറ്റിയെടുക്കുക. എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് യോജിച്ച് ഒരു പച്ചമണം മാറിയ ശേഷം നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേറെ മുളക് പൊടിയും ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെ എരിവും പിന്നെ വേണമെങ്കിൽ അവസാനം കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിപ്പം കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ഗരം മസാലയുടെ പൊടിയാണ്. ഏലക്കയും ഗ്രാമ്പും പട്ടയും തക്കോലും എല്ലാം കൂടി പൊടിപ്പിച്ച ഗരം മസാലയുടെ പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് കീറി വെച്ചിരിക്കുന്ന കൂണ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അവ കൂണിലേക്കൊക്കെ മസാല ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കൂണ് നന്നായിട്ട് ഈ മസാലയും സവാളയും ഒക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ച് വരട്ടെ. നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. കൂണിനും വെള്ളമയം ഉള്ളതാണ്. എന്നാലും നമ്മൾ ഒരു ഗ്ലാസ്സോളം, ഒരു കപ്പോളം വെള്ളം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലയൊക്കെ ഒന്ന് യോജിച്ച് കൂണുമായിട്ട് ഒന്ന് പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് യോജിപ്പിച്ച് ഒന്ന് വാടി വരട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യമെങ്കിൽ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം വേവായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ, തലപ്പാൽ മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, വേറൊന്നും ചേർക്കുന്നില്ല. 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കൂണ് ഒന്ന് യോജിച്ച് വെന്ത് വന്നു അതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ ഏകദേശം എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാലും കൂടി ഒന്ന് യോജിച്ച് വന്നാൽ മാത്രം മതി. അത്യാവശ്യത്തിന് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും കുരുമുളകും ചേർത്ത് നമുക്കിത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. രാത്രിയിലാണ് ഉണ്ടാക്കുന്നത്. ധൃതിക്ക് എനിക്ക് കറിവേപ്പില എടുക്കാൻ പറ്റിയിട്ടില്ല. തൽക്കാലം പച്ചവെളിച്ചെണ്ണ ഒഴിക്കുന്നു. അപ്പോൾ നമ്മുടെ കൂൺ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ പാലപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് കൂൺ മസാല. അത്യാവശ്യം ഒത്തിരി എരിവൊന്നുമില്ല, എന്നാൽ ലൈറ്റ് എരിവൊക്കെ ഉള്ള ഒരു ഒത്തിരി മസാലകളില്ല. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.